ഒന്നുമല്ല, തൊഴിലുറപ്പാ. പിന്നെ പച്ചവെള്ളം കിട്ടൂല. അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട്. ചക്കയ്ക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്. പണി എടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലേലും നമ്മളെവിടെയാ പണിയെടുത്തിട്ടുള്ളൂ. ഈ പറമ്പിലേക്ക് കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണല് കിട്ടിയാ മതിയായിരുന്നു. ശരിയടി. അല്ല, ഓമന ഒന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതല്ല ചേച്ചി, ഓമന തൊഴിലുറപ്പിലിടുന്ന ഫുൾക്കായ് ഷർട്ട് ഉണ്ടല്ലോ, അതിനുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. പുഴുക്കായി ഷട്ടിട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇതിപ്പോ 1-2 തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഒന്നിനും വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരൻ റേഷൻ കടയിലാണ്. സുധാകരൻ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കുന്നത്? ഓണക്കിറ്റ് കൊടുക്കുന്നല്ല, സുധാകരൻ ഓണക്കിറ്റ് കഴിഞ്ഞ തവണത്തെ പോലെ വണ്ടിയില്ലാത്ത നിങ്ങളുടെ ചോട്ടിൽ കളിച്ചെന്നെ മാറ്റം കളയരുത്. ഞാൻ രമണിയൊന്നോട് നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പെട്ടുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കളയിൽ മീനുണ്ടാക്കണം മണം വന്നാലും ഒന്ന് അവിടെ പോയി നിൽക്കണം. ചേച്ചി തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പറഞ്ഞായിരുന്നു വരുന്നത്. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ 2 വറ്റും കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, നിങ്ങൾ തിന്നാനുള്ള ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. ടാങ്ക് ഇറക്കി കൊണ്ടുവരാം. അയ്യോ, ടാങ്കിലൊന്നും വേണ്ട, ചെറിയ പാത്രം. ഇത് പുതിയതാണ്. ഈ കമ്മല് ഇത് പുതിയതാ. പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയത് ഇതൊന്നും കാണാത്തൊരു. നിങ്ങൾ എന്താണ് കാട്ടുന്നത്? പണിയെടുക്കാൻ പറഞ്ഞവരോട് ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസ് കൂടി. ചേച്ചി, ഒരുപാടും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ ഒരു കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്താണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇഷ്ടത്തേക്ക് ക്ഷമിക്കണം. ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളത് കണ്ണാടി, പൗഡർ, ചാങ്ക്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പാരഡി കാണിക്കാനോ കാർഡ് എടുത്തിരിക്കാനോ? ഇങ്ങനെയാണ് പല പോണെന്നുണ്ടെങ്കിൽ രാവിലത്തെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി, എന്റെ പണി കളയരുത്. അവര് ഞാൻ ഒന്നാ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്നത് തോന്നോ? പുതിയതാണോ ഈ സാരി? നിങ്ങൾ എന്താ ചോദിക്കാട്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. കണ്ട ഒരു 10,000-ന് നിങ്ങളോടല്ലേ പറഞ്ഞത് കാർഡ് എടുത്ത് കളിക്കാന്ന്? ചേച്ചി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ചേച്ചി നീ മേടിച്ചായിരുന്നോ? എന്റെ വീണാ കാണാം. അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലെങ്കിലും ഇപ്പൊ മേടിക്കണ്ട. വലിയ അതുണ്ട്. ചെറിയ മീന ചാരയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ കുറ്റയ്ക്ക് വന്നേക്ക്, ഞങ്ങൾ തിന്നോളാം. അങ്ങനെ വീട്ടിൽ പോയി ഇന്നൊരു ചോദിക്കാൻ പൊരിച്ചതൊക്കെ ചോദിക്കാൻ. എന്നാ കൊണ്ട് മീൻ പൊരിച്ചത് വാഴനെ വെട്ടിട്ട് അതിനോട് ചോറിട്ട് അയ്യോ ചേച്ചി ഇത്തവണത്തേക്കും കൂടി മാപ്പാക്കണം. ഇപ്പൊ ചെയ്യാം. ചേച്ചി കുട്ടിയുണ്ടോ? ഒരെണ്ണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ? കണ്ട മുഖത്തൊരു ചുളിവ് പോലില്ല. കർമ്മം കണ്ട പ്രായം പറയത്തില്ല. പുതിയതാണോ? എന്ത് ചെരുപ്പ്? അല്ല, പഴയതാ. എന്നെ സൂചിപ്പിച്ച് പണിയെടുക്കാതിരിക്കാണോ? എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുത്തോ. 1 മണിക്കൂറിനകത്ത് ഏരിയ മുഴുവൻ വൃത്തിയാക്കി പോണം. ഈ 2 ഭൂതനങ്ങളും കൂടി നമ്മളെ പണിയെടുത്ത്
പിടിച്ച് കൊല്ലിക്കുമല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞതാണോ നമ്മുടെ കളിയൊന്നും നടക്കില്ല. എഴുന്നേക്ക് അങ്ങോട്ട്. ഇനി എന്തിനാ എഴുന്നേറ്റ്? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മളെ അടവിടക്കാം. ഏതാ പാമ്പ് കളിയാണ്? അതെന്താടി പാമ്പ് കളിക്കും? പാമ്പ് കളി എന്ന് വെച്ചാലേ പറമ്പിലില്ലേ നമ്മളെ പ്ലാസ്റ്റിക് പാമ്പിന് നമ്മളിടും. പറമ്പില് പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കടി. പള്ളയൊക്കെ അതിന്റെ മുകളിലിട്ടോ. അയ്യോ ഞാനേ പുറത്ത് കാണും. പാമ്പ് പോയിട്ട് എന്നെ പിടിച്ചാ മതി. അയ്യോ പേടിയാവുമല്ലോ. ശരിയാ, അടുത്ത വീട്ടിൽ പോയി ഇതേ പണി എടുക്കണ്ടേ. സജ്ജയോടി സഞ്ചൊക്കെ പെറുക്കിയെടുത്തോണേ, ഒന്നും വിടണ്ട. ഇത് എന്റെ സഞ്ചാട്ടാ. എന്റെ എടി താങ്കൾ കുടിക്കുന്നില്ലേ? എടി ഞാൻ പോയിട്ട് നടു നൂർത്തിട്ട് ശരി ശരി ശരി. നടു എടി നീ ഇന്നത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞ. എടി സാറേ, എടി നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്തില്ലായിരുന്നോ? എടുത്ത്